ഫിലിം അടിപൊളിയാണ്. നല്ലൊരു അമേസിങ് ക്രൈം ത്രില്ലറാണ്. എല്ലാവരും 2024 മലയാളത്തിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയാണ്. അപ്പം ഇതെല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണണം. പുള്ളി എല്ലാ വർഷവും കൊണ്ടുവന്നുണ്ട്. കഴിഞ്ഞ വർഷം ഗരുഡൻ ഉണ്ടായിരുന്നു, ഫീനിക്സ് ഉണ്ടായിരുന്നു. ഇനി ഈ വർഷം വീണ്ടും പുള്ളിയായിട്ട് തുടങ്ങുന്നു. പുള്ളിയായിട്ട് അവസാനിക്കട്ടെ. ഇനിയും കുറേ പടങ്ങൾ പുള്ളിയുടെ വരാനിരിക്കുന്നു. സോ വെയിറ്റിംഗ് ഫോർ ദോസ് പ്രോജക്ട്സ്. എന്തായാലും അത് പുള്ളിയുടെ ഒരു വർഷം തന്നെ മാറട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പടങ്ങൾ ഇങ്ങനെ സെക്കൻഡ് പാർട്ട് തന്ന കാരണം എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓസിലർ നല്ലൊരു സീരീസ് ത്രില്ലറാണ്. കുറേ നാൾക്ക് ശേഷം ജയറാമിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്താ പറയുക, ജയറാമിന് നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഇമോഷണൽ ത്രില്ലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരുപാട് എക്സ്പ്രഷൻ ഉണ്ടായിരുന്ന ഒരുപാട് കേട്ടുകളി വെച്ച ആ ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട്. അത് പ്ലേ ചെയ്യുന്ന വേറൊരു മെയിൻ ആക്ടറാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് തിയേറ്ററിൽ അടിപൊളിയായിരുന്നു. ബാക്കി തിയേറ്ററിൽ തന്നെ ഒന്ന് കാണേണ്ടതാണ്. എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രേക്ഷകർ ഒരു 80% സാറ്റിസ്ഫൈഡ് ആണ്. ഞാനൊരു വിതിൻ 4000 പടം പറയുമ്പോൾ ഒരു കുറച്ച് ഓവർ എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര ആ ഒരു കിക്ക് കിട്ടിയില്ല എന്ന് പറയാം. ബട്ട് നിരാശപ്പെടുത്തില്ല. തിയേറ്ററിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ജയറാമിൻ്റെ നല്ലൊരു കമ്പാക്ക് ആയിരിക്കും. 2024 ജയറാമിൻ്റെ ഫസ്റ്റ് ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരു നിരാശപ്പെടുത്താതെ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു മലയാളത്തിലെ ഒരു ത്രില്ലർ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഹാപ്പി. ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചത് ഈ വർഷത്തെ ആദ്യത്തെ സിനിമ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ആദ്യത്തെ സിനിമയായിട്ട് അതൊരു നല്ല തുടക്കം തന്നെ ആയി എന്നുള്ള ഒരു സന്തോഷമുണ്ട്. സെക്കൻഡ് ഹാഫിനെ പറ്റി ചോദിക്കരുത്, കണ്ട് തന്നെ അറിയണം. വർത്തായിരിക്കും, വർത്ത് വാച്ചിങ്. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഓഫ്കോഴ്സ് ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം ഇത്രയും വലിയൊരു ലെജൻഡറി ആക്ടറുടെ ചെറുപ്പമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് ടെൻഷൻ ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്നെ അത്രത്തോളം, എന്നെ നല്ല ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ഓരോ ആർട്ടിസ്റ്റിനും ഒരു ഷോട്ട് എടുക്കുന്നതിന് അത്രത്തോളം കംഫോർട്ട് ആക്കിയിട്ടായിരുന്നു ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് മുഴുവൻ ഒരു ഷോട്ട് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു ഷൂട്ടായിരുന്നു അല്ലേ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഫൺ മൊമെൻറ്റ്സും അതുപോലെ ഒരുപാട് വിഷയം ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഓരോ മൊമെന്റും അതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത്ര സപ്പോർട്ടീവ് ടീം നമുക്ക് തന്നിട്ടുണ്ട്. റിജേട്ടനാണെങ്കിലും പ്രിൻസിപ്പൽ, രജീഷ് ചേട്ടൻ, അലൻ ചേട്ടൻ, പ്രവീൺ ചേട്ടൻ, ബേസിൽ, രാഘവൻ, നിതിൻ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഒരു നമ്മൾ കോളേജിൽ നമ്മളെല്ലാവരും കൂടി ഒരു വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു എനർജി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണുമല്ലോ. ഇത്രത്തോളം കംഫോർട്ട് ആയിക്കൊണ്ട് ആ സ്ക്രീനിൽ പ്രസൻ്റ് ആണ്. ഇപ്പോൾ കാണാൻ നമുക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, വേർഡ്സ് ഇല്ല. എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. ജയറാമിൻ്റെ നല്ലൊരു തിരിച്ചുവരവ്. പിന്നെ അങ്ങനെ വേണം പറയാം. ജയറാമിൻ്റെ നല്ലൊരു തിരിച്ചുവരവ്. പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബിജിയും ചെയ്തൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ക്യാമറയും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ പടത്തിലെ കഥയാണ് ഇതിലെ കാതൽ. എന്തായാലും കൊള്ളാം. പിന്നെ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ട് അത് ഇതിൽ അഭിനയിക്കണം എല്ലാവരും. അതായത് ജയറാമായാലും മറ്റേ ജഗദീഷ് ആയാലും അനശ്വരി ആയാലും എല്ലാവരും പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഞെട്ടിച്ചേക്കാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി മമ്മൂക്കയാണ് പടം കൊണ്ടുപോയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഒരു മമ്മൂക്കയുടെ എൻട്രി തുടങ്ങി നമുക്ക് രോമാഞ്ചം കൊള്ളിക്കണ സീൻസ് അത് തിയേറ്ററിൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ബിജിയും കൂടി വരുമ്പോൾ നല്ല കയറി വരുന്നുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ പടം കൊണ്ടുവന്ന് നിർത്തിക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള തുടക്കം പോലെയാണ് പടം കൊണ്ടുവന്ന് നിർത്തിക്കുന്നത്. സെക്കൻഡ് പാർട്ട് വരുമെന്നൊന്നും അറിഞ്ഞൂടാ. വരാണെങ്കിൽ ജയറാമിനേക്ക് ലീഡിങ് റോൾ ചെയ്യണ എന്തായാലും തിയേറ്റർ വാച്ചബിളാണ് മസ്റ്റ്.